പറയുന്ന ഓർഗനൈസർ വീഡിയോ ആണ്. അപ്പോൾ ഈ 3 പെട്ടിയിലാണ് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഈ 3 പെട്ടിയിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അപ്പം ഇത് തുറക്കാം. നമുക്ക് ഫസ്റ്റ് ഫാൻസി ഐറ്റംസ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഇയർസ് ബഡ്സ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പെട്ടിയുണ്ടോ, ഈ പെട്ടി, അതിൽ നമുക്ക് ഫസ്റ്റ് പെൻസിൽ അങ്ങനത്തെ സംഭവമൊക്കെ വയ്ക്കാം. അതാ ഫസ്റ്റ് ഒരു പെൻസിലും ഒരു സ്കെയിലും ഉള്ള ഒരു സെറ്റാണ് വെക്കുന്നത്. പിന്നെ ഈ ക്രയോൺ പോലത്തെ സ്ലേറ്റിൽ ഏതാണ് പെൻസിലില്ലേ അതുണ്ട്. പിന്നെ എറേസറും കട്ടറും മാത്രമാണ് ഇട്ടിട്ട് വയ്ക്കുന്നത്. പിന്നെ പേന 4-5 പേന ഉണ്ട്, 4 പേന ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു വാഷിംഗ് ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു കോമ്പേറ്റ് ഉണ്ട്. കോമ്പേറ്റ് അല്ല കേട്ടോ ഗേസ്, മാർപ്പിൽ കോമ്പസ് ബോസത്തെ സൂചി പോലത്തെ സംഭവം അതുണ്ട്. പിന്നെ ഇതുണ്ട്, പിന്നില്ലേ അതുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നികൾ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ അത്രയും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കളേഴ്സ് ആണ് കേട്ടോ, കളർ ഇതിൻ്റെ അനിയൻ്റെ കളറാണ് കേട്ടോ. അത് അടുത്തോണ്ട് എന്തെങ്കിലും ഏതാ സാധ്യത ഒക്കെ ഒന്ന് പൊട്ടിച്ചളയാണ്. പിന്നെ ഈ ഒരു പെട്ടിയിലാണ് നമ്മളുടെ മാലകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തേക്കുന്നത്. പക്ഷെ ഇത് കൊള്ളില്ല. അപ്പം നല്ല മാലകളൊക്കെ ഞാൻ അങ്ങനെ എടുത്തേക്ക്, വാള അങ്ങനത്തെ സ്പിൻസ് അങ്ങനത്തെ ഈ സംഭവമൊക്കെ ഞാൻ ഇതിലേക്ക് ഇത് കൊള്ളൂല അങ്ങനെ ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് പട്ടുപാവാടയുടെ കൂടെ ഇടാനുള്ളൊരു മാല. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പ്ലീസ്. ഇതിന് വെറും 55 രൂപയുള്ളൂ കേട്ടോ ഈ മാലയ്ക്ക്. നല്ലൊരു നെക്ലസ്സാണ് ഇത്. മറ്റേ ലുലു മാളല്ല, ബെഡാ ബസാറിനുണ്ട് കേട്ടോ, ബെഡാ ബസാർ. ഇപ്പം എത്ര റേറ്റ് എന്ന് അറിയില്ല. അപ്പം ആ മാല ഉണ്ട്, ആ മാല ഞാൻ അറിയാതെ പൊട്ടിയിട്ട് പോയി. നമുക്കിതിൽ നല്ല വെക്കാം. ഇത് ഞാൻ എനിക്ക് ഓണത്തിന് എനിക്ക് അമ്പലത്തിൽ പോണേ പറഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അമ്പലത്തേക്ക് പോവാണ്. അമ്പലത്തേക്ക് പോയിട്ട് അപ്പം ഞാൻ കുപ്പികളൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടി പപ്പടമായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു മാല ഞാൻ കാണിച്ചു തരട്ടെ. ഇത് പുതിയ മാലയാണ്. ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ കണ്ടത്. ഇത് 2 മാലയാണ് വരുന്നത് കേട്ടോ. 2 മാല, ഇത് ഒരു കമ്മലും. 2 മാലയും ഒരു കമ്മലുമായിട്ടാണ് വരുന്നത്. നല്ലൊന്നാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇടാം നമുക്ക്, പക്ഷെ ഇതിന് നമ്മൾ കുളത്ത് മേടിക്കണം. ഒന്നിനും കുളത്തുണ്ട് നോക്കി, വേറെ ഒന്നിനും കുളത്ത് മേടിക്കണം. ഇങ്ങനെയായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ചുട്ടിയായിട്ട് നമുക്ക് എവിടെ നമുക്കിങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് ഇടാം. പട്ടുപാവാട കൂടെ ഇടാൻ പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പട്ടുപാവാട കൂടെ ഇടാൻ പറ്റുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ ഉണ്ടോ ഇങ്ങനത്തെ ഒരു മാല ഉണ്ട്. രണ്ടാമത്തെ മാല, 2 മാല എനിക്ക് പുതിയതുണ്ട്. ഇത് ഇന്നലെ ഞാനൊക്കെ വാങ്ങിയത് മാലകളാണ്. പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ ഇയർസ് ബഡ്സ് ഉണ്ട് കേട്ടോ, ഇയർ ബഡ്സ് അത് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതിൽ. പിന്നെ വലയും മാലയും ഇതിലേക്ക് ഇതിൽ കുറച്ച് വേറെ സംഭവങ്ങളുടെ ഐറ്റംസ് ഉപയോഗിക്കണം.
പറ്റി ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിലതൊക്കെയാണ് കേട്ടോ. ഇന്നൊരൊറ്റ വീഡിയോയിലിട്ട് ട്യൂട്ടൻസ് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ കുറച്ച് സംഭവം കൂടി ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. പെട്ടി എടുത്ത് വെച്ചത് ഈ ഒരു കണ്ണാടി പെട്ടി, ഈ ഒരു ലൈറ്റ് പെട്ടിയിൽ എന്താ നോക്കാം. ഇതാണ് മാറ്റി വയ്ക്കാം. ചാള പറയാതെ വീഴാൻ സാധ്യതയുണ്ടോ. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. ഇത് എനിക്കിങ്ങനെ കയ്യിലിടാൻ പറ്റുന്നതാണ്, കയ്യിലിടാൻ പറ്റിയൊരു സംഭവമുണ്ട്. ഇതൊക്കെ അമ്മ ഇടാറുണ്ട്. ഈ ക്രാപ്സൊക്കെ എൻ്റെ അമ്മയുടെയും കളക്ഷൻസാണ്. എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട്. ടൂട്ടൻസ് ആണെങ്കിൽ കൂടുതലെന്നല്ലോ, നെയിൽ പോളിഷാണ് കൂടുതലെന്നല്ലോ. അപ്പോൾ ഓരോ ക്രാബ്സാണ് സാരം. ഇതൊരു കുഞ്ഞി ക്രാബാണ്, ഒരു കുഞ്ഞി ക്രാബാണ്. പിന്നെ ഇത് എൻ്റെ ക്രാബാണ് കേട്ടോ, പൂവിൻ്റെ. പിന്നെ ഇത് ഒരു ക്രാബ്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്രാബ്. കണ്ടോ, നല്ല രസം. അത് ക്യാമറയിൽ കാണുന്നില്ലെങ്കിൽ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്രാബുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു കറുപ്പ് ക്രാബ്. ഇതൊക്കെ നമ്മുടെ ക്രാബ്സാണ്. പിന്നെ അമ്മ ഇടാറൊന്നുമില്ല, എന്നാലും അമ്മയ്ക്ക് ഞാൻ ഇത് അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനമായി കൊടുത്തൊരു റിബോണാണ്. ഇത് ഞാൻ നമ്മുടെ ബർത്ത്ഡേക്ക് സമ്മാനമായി കൊടുത്തതാണ്. ഇത് സമ്മാനമായി കൊടുത്തതാണ്. അത് എല്ലാതും കൂട്ടി. പിന്നെ ഈ ഒരു കുഞ്ഞി ക്രാബും സമ്മാനമായി കൊടുത്തതാണ്. ഇത്രയും സമ്മാനം കൈ കൊടുത്തതാണ് ഞാൻ അമ്മയ്ക്ക്. പിന്നെ ഇതാ അങ്ങനത്തെ കുഞ്ഞി റിബോൺസ് ഉണ്ടാവില്ലേ, കുഞ്ഞത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞ് എൻ്റെ മുടിയൊന്നും നോക്കാൻ പറ്റും, മേലേക്ക് എനിക്ക് മുടങ്ങിപ്പോയാണ് മുടി. എന്നാലും എന്താ മുടിയൊക്കെ വലിച്ചിട്ടുണ്ടോ. ഇങ്ങനത്തെ കുഞ്ഞി ക്രാബ്സാണ്, അതാണിത്. പിന്നെ പിന്നോള് അമ്മൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഉടുത്ത സാരിയുടെ പിന്നുകളുണ്ടായിരുന്നു. പിന്നെ മുല്ലപ്പൂ സ്ലൈഡ് ഉണ്ട്. പിന്നെ കുറേ റിപ്പോർട്ട്സ്. ഇതൊക്കെ എൻ്റെ റിപ്പോർട്ട്സാണ്. പിന്നെ നമ്മുടെ ഇത് എൻ്റെ റിബോൺസ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള റിബോൺ കാണിച്ചു തരാം കേട്ടോ. 2 3 4 കാണിച്ചു തരാം. ഇത് ജോഡികളാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റിബോൺസാണ് കേട്ടോ. ഇതാണ് ഈ ഒരു പെട്ടിയിൽ. ഈ പെട്ടിയിൽ ഞാൻ ഈക്ക് മാറ്റാൻ പോവുകയാണ്. പക്ഷേ ഈ പെട്ടിയാണ് നെയിൽ പോളിഷിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കണ്ടം കൊണ്ടും കഴിച്ച് അത്ര നെയിൽ പോളിഷിൻ്റെ കേക്ക്. അപ്പോൾ എൻ്റെ പേരെന്താണ് ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഗസി എയും എമ്മും ആണ് ഫസ്റ്റത്തെ ലെറ്റർ, ഫസ്റ്റത്തെ സെക്കൻഡത്തെ. നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ എന്താണ് എൻ്റെ പേര് എന്ന്. ഗെയ്സിന് എത്ര പ്രാവശ്യം വിളിച്ചു എന്നും കൂടി ഒന്ന് നിങ്ങൾ എണ്ണി നോക്കും. നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. അത് ബോക്സ് അല്ലൊരു ഇതാണ് എൻ്റെ ബെൽറ്റ്. ഇത് രണ്ടും എൻ്റെ ബെൽറ്റാണ്. ഒരു കറക്കണ ബെൽറ്റും ഉണ്ട്, ഒരു കറക്കണ അല്ലാത്തൊരു ബെൽറ്റും ഉണ്ട്. പിന്നെ ഇതിലൊക്കെ കമ്മൽസാണ് കേട്ടോ. ഞങ്ങൾക്ക് പുതിയതായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞ കമ്മലാണ് ഇതിൽ. ഞങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇത് പോയി കാണാം. പിന്നെ ഇതൊരു സെഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇതൊരു ക്രാബ്. ഈ ക്രാബിന് നമുക്ക് ഇതിക്കിടാട്ടോ, ഈ ക്രാബിനെ. പിന്നെ ഇതൊക്കെ വെക്കാൻ അവിടെ ഒരു കുഞ്ഞ് സ്പേസാണത്, അത് എന്തോ സംഭവമാണ്. പിന്നെ ഒരു പൊട്ട്, പിന്നെ സ്ലൈഡിൻ്റെ കൂട്, ഒരു മുല്ലപ്പൂ സ്ലൈഡിൻ്റെ കൂട്, പിന്നെ വീണ്ടും ഒരു മുല്ലപ്പൂ സ്ലൈഡ്. ഇതൊക്കെ ഡാൻസിന് വാങ്ങിയതാണ് കേട്ടോ. കടൽ കാറ്റും. അപ്പോൾ അത് അത്രയ്ക്കാണ്. പിന്നെ നമ്മുടെ ഈ പൊട്ട് അങ്ങനത്തെ സ്ലൈഡുകളൊക്കെ മടക്കിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡിലേക്ക് ഇനി നമുക്ക് നെയിൽ പോളിഷ് എടുക്കുന്നത്. ഇതാണ് നെയിൽ പോളിഷ്.
20 രൂപയാണ്. വിഷുക്കൈ നീട്ടം കിട്ടിയതാണ്. വിഷുക്കൈ നീട്ടം കിട്ടിയ 20 രൂപ. ഇത്രയും കാണുന്നുണ്ടാവില്ലേ? ഇതൊക്കെ വാങ്ങി ഞാനായിട്ട് വാങ്ങിക്കൂട്ടീന്. അമ്മേനോട് വാങ്ങാൻ പറയും, കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടെന്നീ പൊളിച്ച് ഇനിയുണ്ട് കേസ്. ഇതുണ്ടോ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാൻ. ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ്. കുറേ പല പല ഷെയ്ഡേഴ്സ് ഉണ്ടാവും. ഇത് ഷെയ്ഡാണ്. നിങ്ങളാരും ചോദിക്കരുത്, ഞാൻ തരൂല. ഇതാ പിന്നെ ഈ ഒരു ഷെയ്ഡാണ് ഗെയ്സ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണിച്ചത്. എന്തായാലും ഗെയ്സ് ലൈക്ക് കേട്ടോ ഗെയ്സ്. അപ്പോൾ വേണ്ട. അപ്പോൾ എന്താ ഇതാണ് രണ്ടാമത്തെ, മൂന്നാമത്തെ ഗെയ്സ്. പിന്നെ ഇതാ നാലാമത്തെ എനിക്ക് ഇത് ഏത് കളറാണ് എന്നും കൂടി പറയണം കേട്ടോ. ഇത് ഏത് കളറാണ് എന്ന് പറയാൻ കേട്ടോ നിങ്ങൾ. ഇന്നങ്ങാക്കൂടി ഗിവ് അവേ ഒക്കെ തരാനായിട്ട് 1K ആയ നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളറുണ്ട്. ഇത് ബ്രൗണാണ്. പിന്നെ ഇതാ റെഡ് കളറുണ്ട്. റെഡ് കളർ എത്ര ഉണ്ട് ഗെയ്സ് എൻ്റെ കയ്യിൽ? ഇതാ ഞാൻ കാണിച്ചു തരാം. 2 കളറുണ്ട്. ഇതൊരു പുളിച്ച കളറാണ്. 2-3 പുളിച്ച കളർ എൻ്റെ അടുത്തുണ്ട്. ഇതാ പിങ്ക് ഉണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ പോട്ടെ. ഇത് 3 കളർ തന്നെ ഇറങ്ങുള്ളൂ. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും ഇടും. പിന്നെ ഏതാ വേറെ ഒരു സിമെൻറ്റും കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. പിന്നെ അതിൻ്റെ മേലെ കോട്ടിങ് കൊടുക്കാൻ ഈ ഒരു ഇതുണ്ട്. എല്ലാത്തിൻ്റെ മേലും കൊടുക്കുക. അതിൻ്റെ മേലെ നിന്നില്ല. ഇത്രയും കളേഴ്സ് ഇത്രയും എണ്ണത്തിൻ്റെ മേലെയും കൊടുക്കുക. പിന്നെ ഇത് ഈ ഒരു പിങ്ക് ഉണ്ട്. ഏതൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കറിയണ്ടേ. പിന്നെ ഇതുണ്ട്. പിന്നെ ഈ ഒരു കറുപ്പുണ്ട്. ഞാനിപ്പോൾ കാണിച്ചതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. ഈ ഒരു വെള്ളം പോലത്തെ ഒരു കളറാണ് ഇട്ടത്. കളറല്ല, ഒരു ഇത്. പിന്നെ അതാ ഒരു പർപ്പിൾ. പിന്നെ ഒരു ഗ്രീന്. ഇത് വേറൊരു ഗ്രീനാണ്. ഇതൊരു മിനുക്കത്തിൻ്റെ ഗ്രീനാണ്. നിങ്ങൾക്ക് റിയാക്ഷൻ മനസ്സിലാവും. ഇതൊരു പച്ച, നല്ല കട്ടും പച്ച. ഇത് ചാണക പച്ച. ഇതൊരു ഇത് 3 പച്ച ഉണ്ട്. പിന്നെ ഇതൊരു പച്ചയാണോന്ന്, ഇത് പച്ചയാണോന്ന് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. പച്ചയാണെങ്കിൽ ആണ് ഒരു സമ്മാനം, ഒരു ഗുഡ്, ഒരു സമ്മാനം. പച്ച അല്ലെങ്കിൽ സമ്മാനമല്ല. ഓക്കെ, അങ്ങനെ. ഇത് പച്ചയാണോ പച്ചല്ലേ? നീരാവണം കണ്ടോളൂ. ഇത് പച്ചല്ലേ പച്ചയാണോ? പച്ചയാണോ പച്ചല്ലേ? ഓക്കെ, അങ്ങനെ. ഇത് 3 പച്ച കളറാണ് കേട്ടോ. ഇതൊരു പച്ചയാണ്, ഇതൊരു പച്ചയാണ്, ഇതൊരു പച്ചയാണ്. ഇനി മറ്റേത് പച്ചയാണോ പച്ചല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം അതാ ഇത് രണ്ടും ഒരു, ഇത് ഏതൊരു കളറ്, ഇതൊരു വെള്ള കളറ് കേട്ടോ. അങ്ങനെ എന്തോ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയത്. ഇത്രയും എണ്ണമാണ് എൻ്റെ അടുത്തുള്ളത്. എന്നെ കാണുമ്പോൾ എന്തിനാ അത്രയ്ക്ക് വായിക്കൂട്ടിയത്? ഞാൻ അങ്ങനെ പലയിടത്തും പോകുമ്പോഴേക്കും ഇങ്ങനെ നെയിൽ പോളിഷ് 5 കളികൾ. ഈ നെയിൽ പോളിഷ് പറഞ്ഞാൽ എൻ്റെ ജീവൻ്റെ ജീവനാണ്. നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നെയിൽ പോളിഷ്. ഇതാണ് എൻ്റെ നെയിൽ പോളിഷ്. ഉണ്ടോ ഇതൊക്കെ നെയിൽ പോളിഷാണ്. ഇതൊക്കെ പല പല കളേഴ്സ്. ഇതൊക്കെ പല കളറാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ പിന്നെയും ഞാൻ പറയാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് 100K ആയാലും വേണ്ടില്ല, 1K എങ്കിലും ആയാൽ നിങ്ങൾക്കൊരു ഗിവ് അവേ തരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനത്തെ പല പല വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോ എന്ത് വേണമെങ്കിലും ഞാൻ ചോദിച്ചാൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.